നമസ്കാരം. നമ്മൾ ഈ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കാര്യങ്ങൾ പല പ്രാവശ്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ എത്രമാത്രം തുക നമ്മുടെ ഈ എറണാകുളം ജില്ലയിൽ മാത്രം ഒരു കുറച്ച് ഹോസ്പിറ്റലിൻ്റെ മാത്രം കൊടുക്കുന്നുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ കേരളത്തിൽ എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കൊടുത്തിട്ടുള്ളത് ആസ്റ്റർ മെഡിസിറ്റി ഹോസ്പിറ്റലാണ്. ആസ്റ്റർ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ ഈ കഴിഞ്ഞ 2024-25 വർഷം കൊടുത്തത് 34 കോടി രൂപയാണ് സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് ഈ നമ്മുടെ കേരളത്തിലുള്ള എറണാകുളം ജില്ലയിലുള്ള ആളുകൾക്ക് മാത്രം കൊടുത്തിരിക്കുന്ന തുക. ഇനി നമ്മുടെ അടുത്ത ഹോസ്പിറ്റലിൽ സെക്കൻഡായിട്ട് നിൽക്കുന്നത് രാജഗിരി ഹോസ്പിറ്റലാണ്. ഈ കാലയളവിൽ രാജഗിരി ഹോസ്പിറ്റലിൽ 26 കോടി രൂപ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി ആളുകൾക്ക് വിതരണം ചെയ്തു. മൂന്നാമതായിട്ട് നിൽക്കുന്ന ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമൃത ഹോസ്പിറ്റലാണ്. അമൃത ഹോസ്പിറ്റല് 21 കോടി രൂപയാണ് ഈ പറഞ്ഞ പോലെ ഇൻഷുറൻസിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്നത്. അറ്റ്ലസ് ഹോസ്പിറ്റലിൽ കൊടുത്തിരിക്കുന്നത് 16 കോടി രൂപ. പിന്നെ അതിന് താഴെ നിൽക്കുന്നതാണ് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റല്. അവിടെ 12 കോടി രൂപയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതല്ലാതെ മറ്റുള്ള ഹോസ്പിറ്റലുകളെല്ലാം ഇൻഷുറൻസ് നമ്മുടെ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസിൽ ടൈപ്പ് ഉള്ളതാണ്. പക്ഷേ മേജറായിട്ട് കൊടുത്തിരിക്കുന്ന തുകകളാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. ഈ പൈസ നമ്മുടെ ഈ കേരളത്തിലുള്ള എറണാകുളം ജില്ലയിലുള്ള ആളുകൾക്ക് മാത്രമാണ് കിട്ടിയിട്ടിരിക്കുന്നത്. ഇത് കൂടാതെ നമ്മുടെ കേരളത്തിൽ ഏകദേശം 840 കോടിയോളം രൂപ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സാധാരണ ജനങ്ങൾ കൂടുതൽ ആളുകളും എനിക്ക് അസുഖമൊന്നും വരില്ല, എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, എനിക്ക് ഇൻഷുറൻസിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ആളുകൾ പറയാറുണ്ട്. കാരണം ഞാൻ ഈ മാർക്കറ്റിലൊക്കെ പോകുന്ന സമയത്ത് പല ആളുകളുടെയും ചിന്താഗതി, ഞാൻ ആശുപത്രി പോകാറില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല, എന്തെങ്കിലും വരാണെങ്കിൽ വല്ല പച്ചമരുന്നോ അതല്ല എങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് എന്തെങ്കിലും ഒരു ഗുളിക മേടിച്ച് കഴിക്കും, അത് മാറും എന്നാണ് ഇവരുടെയൊക്കെ ധാരണ. പക്ഷേ ഇതേപോലെ ധാരണയുള്ള ഒരുപാട് ആളുകളാണ് ഇന്ന് ഹോസ്പിറ്റലിലായിട്ട് പല അസുഖങ്ങൾ വന്നിട്ട് ആശുപത്രിയിൽ പോകുന്നത്. കാരണം എന്തെങ്കിലും അസുഖങ്ങൾ വരുന്ന ഒരു വ്യക്തിക്ക് ഒരു നമ്മളുടെ ബോഡിയെ പറ്റി, നമ്മളുടെ ഒരു ലൈഫ് സ്റ്റൈലിനെ പറ്റി കുറച്ച് അവയർനെസ് ഉണ്ടാവും. കാരണം അവരുടെ എല്ലാം മോണിറ്ററിങ് ആയിരിക്കും. പക്ഷെ ഒരസുഖം വരാത്ത ഒരു വ്യക്തിക്ക് ഒരു രീതിയിലുള്ള അവരുടെ ശരീരത്തെ പറ്റി ഒരു അവയർനെസ് ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകൾ പെട്ടുപോകും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എത്രയും പെട്ടെന്ന് നല്ലൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വയ്ക്കുക. അത് നിങ്ങൾക്ക്, നിങ്ങളുടെ ഭാവിക്ക്, നിങ്ങളുടെ കുടുംബത്തിന് എല്ലാം വളരെ ഉത്തമമാണ്. ഒരിക്കലും മറക്കരുത്. ഈ ഇൻഷുറൻസ് തുക നിസ്സാരമല്ല കൊടുത്തിരിക്കുന്നത്. 2024-25 കണക്കാണ് ഞാൻ പറഞ്ഞത്. 2025-26 കണക്ക് വന്നിട്ടില്ല. അത് അതിനേക്കായി ഒരുപാട് കൂടുതലായിരിക്കും. ഓരോ വർഷങ്ങൾ കഴിയുന്തോറും അസുഖങ്ങൾ ഒരുപാട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിക്കുന്ന എല്ലാവിധ ആഹാരങ്ങളും അതേപോലെ തന്നെ നമ്മുടെ ഈ അന്തരീക്ഷ വായുവും എല്ലാം മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കൂടിയേ തീരൂ. അസുഖം വന്നതിന് ശേഷം ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ പുറകെ നിങ്ങൾ ഓടിപ്പാഞ്ഞാൽ ഒരു കാരണവശാലും ഇൻഷുറൻസ് കിട്ടില്ല. നിങ്ങളുടെ ഭാവി സുരക്ഷിതമാകണമെങ്കിൽ ഇന്ന് തന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വയ്ക്കുക. താങ്ക് യു.